സൗദി അറേബ്യയിലെ ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യശാലകൾ തുറക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ മദ്യവിൽപ്പനയിൽ വിദേശികൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. റിയാദിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലയിൽ നിന്നും നയതന്ത്ര ഉദ്യോഗസ്ഥർ അല്ലാത്ത വിദേശികൾക്കും ഇനി മുതൽ മദ്യം വാങ്ങുവാൻ സാധിക്കും. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു ഇതുവരെ ഇവിടെ നിന്നും മദ്യം വാങ്ങാൻ അനുമതി ഉണ്ടായിരുന്നത്. അമുസ്ലിങ്ങളായ എല്ലാ വിദേശികൾക്കും റിയാദിലെ മദ്യശാലയിൽ നിന്നും മദ്യം വാങ്ങാൻ അനുമതി ലഭിച്ചുവെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം അമുസ്ലിങ്ങളായ എല്ലാ വിദേശികൾക്കും മദ്യം വാങ്ങാൻ കഴിയില്ല. 50,000 റിയാലെങ്കിലും മാസം ശമ്പളമായി കിട്ടുന്നവർക്കാണ് ഈ ഇളവുള്ളത്. അതായത് ഏകദേശം 11 ലക്ഷം രൂപ ശമ്പളമുള്ള വിദേശികൾക്ക് മാത്രമേ മദ്യശാലയിൽ നിന്നും മദ്യം ലഭിക്കുകയുള്ളൂ. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമുണ്ടായിരുന്ന ഇളവ് കഴിഞ്ഞ മാസം പ്രീമിയം വിസ ഉള്ളവർക്കും അനുവദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമുസ്ലിങ്ങളായ മറ്റ് വിദേശികൾക്കും ഇതേ ഇളവ് ബാധകമാക്കിയത്. മദ്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിദേശികൾ അവരുടെ താമസരേഖകളും ശമ്പള വിവരങ്ങളും സ്റ്റോറിൽ സമർപ്പിക്കണം. അവ പരിശോധിച്ച ശേഷമാണ് മദ്യം അനുവദിക്കുന്നത്. ഇളവുകൾ അനുവദിച്ചതിന് പിന്നാലെ മദ്യവിൽപ്പന കുതിച്ചു കയറിയെന്നും ഇതിനകം 12,500-ലധികം പ്രീമിയം വിസ ഉടമകൾ മദ്യം വാങ്ങിയെന്നും റിപ്പോർട്ടിലുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട വിദേശികൾക്കും 8 ലക്ഷം റിയാൽ ഒറ്റത്തവണ പേയ്മെൻറ്റ് നടത്തുന്നവർക്കുമാണ് പ്രീമിയം വിസ ലഭിക്കുന്നത്. 2019-ലായിരുന്നു സൗദി പ്രീമിയം വിസ സംവിധാനം ആരംഭിക്കുന്നത്. അരനൂറ്റാണ്ടിലേറെ നീണ്ട വിലക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്ത് കഴിഞ്ഞ വർഷം സൗദി മദ്യവിൽപ്പനശാല തുറക്കുന്നത്. രാജ്യത്ത് എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന സാമ്പത്തിക പരിഷ്കാര നടപടികളിൽ ഒന്നാണ് മദ്യവിൽപ്പനശാലകൾ. വിഷൻ 2030 എന്ന മാസ്റ്റർ പ്ലാനുമായാണ് സൗദി സമ്പദ് വ്യവസ്ഥ വിപുലീകരിക്കുന്നത്. അതായത് 2030 ആകുമ്പോഴേക്കും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി സൗദിയെ മാറ്റുകയാണ് ലക്ഷ്യം. അതിനായി രാജ്യത്ത് ഘട്ടം ഘട്ടമായി പല വിധത്തിലുള്ള പരിഷ്കരണങ്ങളാണ് സൗദി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് പുതിയതായി ആരംഭിച്ച പബ്ബുകൾ. നേരത്തെ സിനിമാ തിയേറ്ററുകൾ തുറന്നതും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതും നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് റിയാദിൽ മദ്യശാല തുറന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. സൗദി അറേബ്യയുടെ മൊത്ത വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും നേരത്തെ ക്രൂഡ് ഓയിൽ വിൽപ്പന വഴിയായിരുന്നെങ്കിൽ ഇപ്പോൾ എണ്ണ ഇതര വരുമാനം 50% മുകളിൽ എത്തിയെന്നാണ് അടുത്തിടെ നിക്ഷേപ മന്ത്രി ഖാലിദ് അൽ ഫാലി പറഞ്ഞത്. ടൂറിസം, ധനകാര്യം, അടിസ്ഥാന സൗകര്യ വികസനം, സ്പോർട്സ്, മറ്റ് വിനോദങ്ങൾ തുടങ്ങിയവയിലാണ് സൗദി പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത്. AI-ക്കും ശ്രദ്ധ നൽകുന്നുണ്ട്. 2034-ൽ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് സൗദിയാണ്. ഈ വമ്പൻ കായിക മാമാങ്കത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മദ്യനിരോധനം നിബന്ധനകളോടെ നീക്കുന്നതെന്നാണ് സൂചനകൾ. 2030-ഓടെ വർഷം തോറും 150 മില്യൺ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കുക എന്നതാണ് സൗദിയുടെ പദ്ധതി. എന്നാൽ ദുബായ്, അബുദാബി, ബഹ്റൈൻ പോലെയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് മദ്യനിരോധനം കർശനമായതിനാൽ സൗദി വിദേശ വിനോദസഞ്ചാരികൾക്ക് അത്രയ്ക്ക് ആകർഷകമല്ലായിരുന്നു. ഇപ്പോൾ അവരെ കൂടി ആകർഷിക്കാനുള്ള പ്രായോഗികമായ തന്ത്രമാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. സൗദി പൗരന്മാർക്കും മറ്റ് സാധാരണ താമസക്കാർക്കും മദ്യം ഇപ്പോഴും പൂർണ്ണമായി തന്നെ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ വിഷൻ 2030-ൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥ ഇസ്ലാമിക നിയമമായ ശരീഅത്തിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ ഭാഗമായി സൗദിയിൽ ഒരു കാലം വരെ സിനിമാ തിയേറ്ററുകൾക്കും മദ്യം ഉൾപ്പെടെയുള്ളവർക്കും കർശനമായ വിലക്ക് ഏർപ്പെടുത്തുകയും കടുത്ത പിഴകൾ ചുമത്തുകയും ചെയ്തിരുന്നു. 1952 മുതൽ സൗദി അറേബ്യയിൽ മദ്യവിൽപ്പനയും ഉപഭോഗവും പൂർണ്ണമായും നിരോധിച്ചിരുന്നു. അന്ന് സൗദിയിൽ മദ്യം നിരോധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ സൗദി അറേബ്യയിലെ രാജാവായിരുന്ന അബ്ദുൽ അസീസിൻ്റെ മകൻ മദ്യപിച്ച് മതോന്മത്തനായി ഒരു ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനെ വെടിവെച്ച് കൊന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു സൗദിയിൽ മദ്യത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്.